നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ടോ? ഭാവിയിൽ വിവാഹത്തിനും പഠനത്തിനുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സേവിങ് സ്കീം പറഞ്ഞു തരാം, അതും ടെൻഷൻ ഫ്രീ. ഇതൊരു ലോണല്ല, ഒരു ചിട്ടിയല്ല, ഒരു സ്കാം അല്ല, 100% ഗവൺമെന്റ് സ്കീമാണിത്. ഈ സ്കീമിന്റെ പേരാണ് സുകന്യ സമൃദ്ധി യോജന. ഇത് 0 to, അതായത് 1 മുതൽ 0 to 10 വരെ ഏജസ് ഉള്ള പെൺകുട്ടികളെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ഒരു സ്കീമാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ പഠനത്തിനും വേണ്ടിയിട്ടൊരു സേവിങ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏറ്റവും ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മന്ത്ലി നമ്മൾ അടയ്ക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ട് ആണ്. അത് നമ്മൾ 15 അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കണം. ബാക്കി വരുന്ന 6 വർഷം, ടോട്ടൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 21 വർഷമാണ്. ബാക്കി 6 വർഷം നിങ്ങൾ അടയ്ക്കുകയേ വേണ്ട. നിങ്ങൾ ഈ 15 വർഷം അടച്ച എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ അടയ്ക്കുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്. പിന്നെ നിങ്ങൾ വരുന്നത് 6 വർഷം എന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ എല്ലാ സ്ഥലത്തും വാലിഡ് ആയിട്ടുള്ള നിരവധി ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ ഒരു സ്കീമിൽ ഉണ്ട്. മെച്യൂരിറ്റി കഴിഞ്ഞ് വിഡ്രോവൽ ചെയ്ത ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട്. സോ ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് മിനിമം 250 രൂപയാണ് മന്ത്ലി അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എത്ര വേണേലും അടയ്ക്കാം, മന്ത്ലി അടയ്ക്കാം. പക്ഷേ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇയർലി 1,50,000 മുകളിൽ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് എത്ര വേണേലും അടയ്ക്കാമെങ്കിലും ഒരു ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. വർഷത്തിൽ 1,50,000 താഴെ വേണം അടയ്ക്കാൻ. നമുക്ക് മാസം 250 അല്ലെങ്കിൽ 500, 1000, 2000, 3000 എത്ര വേണേലും അടയ്ക്കാം. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു എമൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് പറ്റിയ ഒരു എമൗണ്ട് നമുക്ക് അടയ്ക്കാം. പക്ഷെ ഇയർലി നോക്കുമ്പോഴത്തേക്കിനും 1,50,000 മുകളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുകയും വേണം. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല, നമുക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒരു പെനാൽറ്റി, ഒരു 50 രൂപ അങ്ങനെ ഒരു എമൗണ്ട്, ഒരു പെനാൽറ്റി ഒക്കെ വരും. പക്ഷെ നമുക്ക് പറ്റുന്ന എമൗണ്ട്, ഇപ്പം 250 അടച്ചു, എല്ലാ മാസവും 250 തന്നെ അടയ്ക്കണം നിർബന്ധമില്ല. 1000 അടയ്ക്കാം, 2000 അടയ്ക്കാം. അപ്പം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു മാസം ഒരു 3000 വെച്ച് അടച്ചു. ഒരു വർഷം ആകുമ്പോഴത്തേക്കിനും 36,000 രൂപ ആവത്തുള്ളൂ. പക്ഷെ ഈ 36,000 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 വർഷം ഞാൻ അടയ്ക്കണം. ഏകദേശം 5,40,000 സംതിങ് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് 15 വർഷം കൊണ്ട് ഞാൻ അടച്ചു. പിന്നീടുള്ള 6 വർഷം നമ്മൾക്ക് അടയ്ക്കേ വേണ്ട. നമ്മുടെ കോമ്പൗണ്ട് ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം 21 വയസ്സാകുമ്പോഴത്തേക്കിനും 21 വർഷം കഴിയുമ്പോഴായിരിക്കും അത് മെച്യൂർഡ് ആവുക. അപ്പോഴത്തേക്കിനും നമുക്ക് ഏകദേശം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എല്ലാം കൂട്ടി, ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8% ഉണ്ട്. ഏകദേശം 16 to 18 അല്ലെങ്കിൽ 16 to 17 ലക്ഷം രൂപ വരുന്ന ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടാവുക. പിന്നെ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം വേണമെങ്കിൽ 50% വിഡ്രോവൽ ഉണ്ട്. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിരിക്കും ആ വിഡ്രോവൽ വരിക. അതിനുശേഷം 21 വയസ്സായി ഈ സ്കീം മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വിഡ്രോവൽ എടുക്കാം. ആ ക്യാഷ് നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം, വിവാഹത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ FD-യിലോട്ട് വേണമെങ്കിൽ മാറ്റാം. എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്യാഷ് ഉപയോഗിക്കാം. പേരന്റ് കുട്ടികളുടെ പേരിലായിരിക്കും ഈ ഒരു സ്കീം തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഗാർഡിയൻ ആരാണോ, പേരന്റ് ആണ് തുടങ്ങുന്നതെങ്കിലും ഗാർഡിയൻ്റെ അവിടെയും നോമിനിൻ്റെ അവിടെയും കൃത്യമായിട്ട് നിങ്ങൾ പേര് ആഡ് ചെയ്യണം. ഇൻ കേസ് ഈ തുടങ്ങുന്ന ആൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നെക്സ്റ്റ് ഈ ഗ്യാരണ്ടിയർ ആയിരിക്കും ഈ കുട്ടിയുടെ പേരിലുള്ള എമൗണ്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടാവുക. പിന്നെ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. ഇൻ കേസ് ഗാർഡിയന്റെ പേര് ആഡ് ചെയ്തില്ലെങ്കിൽ പോലും കുട്ടിക്ക് 18 വയസ്സാകുന്നവരെ അല്ലെങ്കിൽ ഈ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നിടം വരെ ഗവൺമെന്റിൽ ഈ ഒരു എമൗണ്ട് സേഫ് ആയിരിക്കും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, എവിടെയാണ് ഈ ഒരു സ്കീം കൂടാനായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഗവൺമെന്റ് സ്കീമാണ്. നമുക്ക് ഗവൺമെന്റ് ബാങ്കുകളിലൊക്കെ അപ്ലൈ ചെയ്യാം, SBIയിലും ഒക്കെ നമുക്ക് ഈ ഒരു ഇതെടുക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിലാണ്. കാരണം പോസ്റ്റ് ഓഫീസിൽ എടുക്കുന്നത് കൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ബാങ്കുകളിലാണെങ്കിലും
കുറേ പ്രോസസ്സുകൾ കാര്യങ്ങളുണ്ട്. പക്ഷേ പോസ്റ്റ് ഓഫീസിലാകുമ്പോഴത്തേക്കും നമുക്ക് വിഡ്രോവലിൻ്റെ കാര്യം വരുമ്പോഴാണെങ്കിലും ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബാങ്കിൽ വരുമ്പോഴത്തേക്കിനും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ്, നമ്മൾ അടച്ച ക്യാഷും എല്ലാം സേഫ് ആയിരിക്കും. എങ്കിൽ പോലും പോസ്റ്റ് ഓഫീസ് വഴി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ പറ്റും. ഇപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഒരു വയസ്സോ അല്ലെങ്കിൽ 2 വയസ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടാം. 10 വയസ്സ് വരെയാണ് ഇത് മിനിമം വേജസ് വെച്ചിരിക്കുന്നത്. അതായത് കൂടാനുള്ള ഈ ഒരു സ്കീം കൂടാനുള്ള 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. 10 വയസ്സായ കുട്ടികൾക്ക് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം 15 വർഷമാണ് നിങ്ങളിത് അടയ്ക്കേണ്ടതും. 21 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ ഏജ് ചെറുതാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. കാരണം അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് പോലും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഇതെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം എടുത്തു വെക്കുക. കുറേ ആൾക്കാർക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിരവധി ആൾക്കാർ ഇപ്പോഴും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും എത്തട്ടെ. എല്ലാ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്കും ഇതൊരു ആശ്വാസമായിരിക്കും. കാരണം 100% സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സേവിങ് സ്കീമാണ്. നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിനെക്കാട്ടിലും നല്ലൊരു ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായാലും നമുക്ക് ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. സോ ഇതൊരു നല്ലൊരു സ്കീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് അറിയാത്ത ആളിലേക്കും എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.